നമസ്കാരം. ഫോക്ക്ലാൻഡ് നമ്മുടെ പയ്യന്നൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും ഏറെ പ്രശസ്തമായിരിക്കുകയാണ്. അന്യം നിന്നു പോകുന്ന അല്ലെങ്കിൽ വംശനാശത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന നിരവധി നാടൻ കലകളെ സംരക്ഷിക്കുക, സമുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം തന്നെ വംശനാശം അല്ലെങ്കിൽ അന്യം നിന്ന് പോകാനിടയുള്ള നിരവധി വൈദഗ്ധ്യങ്ങൾ, സ്കില്ലുകൾ അവയെ സംരക്ഷിക്കുക, പരിപോഷിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടുള്ള സംരംഭമാണ് ഫോക്ക്ലാൻഡും അതിൻ്റെ അമരക്കാരനായ ഡോക്ടർ വി ജയരാജനും. ധാരാളം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും മറ്റുള്ളവർക്കും ഒരുപാട് ഉപജീവന മാർഗത്തിന് വഴിതുറക്കുന്ന വിധത്തിലുള്ള നിരവധി പരിശീലന പരിപാടികളും ഫോക്ക്ലാൻഡ് ഏറ്റെടുത്തിട്ടുണ്ട്. ഫോക്ക്ലാൻഡ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സംരംഭങ്ങളെയും അതിൻ്റെ പരിപാടികളെയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും കുറിച്ച് വിശദമായി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി ജയരാജനാണ്. പ്രേക്ഷകർക്കെല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. നാടൻ കലാഗവേഷണത്തിനും സംരക്ഷണത്തിനും ഉത്തേജനത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സംരംഭമാണ് ഫോക്ക്ലാൻഡ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി പയ്യന്നൂർ ആസ്ഥാനമായി സക്രിയമായി പ്രവർത്തിക്കുന്ന ഈ പഠന ഗവേഷണ പ്രസ്ഥാനം കേരളത്തിനകത്തും പുറത്തുമായി വിപുലമായ അംഗീകാരവും പ്രശസ്തിയും ആർജിച്ചിരിക്കുന്നു. തൃക്കരിപ്പൂർ സ്വദേശിയായ ഫോക്ലോർ ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ വി ജയരാജന്റെ കരുത്തുറ്റ നേതൃത്വവും അന്വേഷണ പാടവവുമാണ് ഫോക്ക്ലാൻഡ് എന്ന സ്ഥാപനത്തെ മഹത്തായ പഠന ഗവേഷണ പ്രസ്ഥാനമായി ഉയർത്തിയത്. നമസ്കാരം. ശ്രീ ജയരാജൻ, നമ്മുടെ ഞാൻ ഈ പയ്യന്നൂരിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഫോക്ക്ലാൻഡ്. അതിൻ്റെ ആസ്ഥാനം, അതിൻ്റെ മ്യൂസിയം, അതിൻ്റെ പരിശീലന കളരി എല്ലാം ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യം തന്നെ ഖേദപൂർവ്വം പറയുന്നത്, ഞാൻ പയ്യന്നൂർ സ്വദേശിയായിട്ട് പ്രത്യേകിച്ച് ഈ ഫോക്ക്ലോർ തുടങ്ങിയ കലകളെ സ്നേഹിക്കുന്ന ഒരാളായിട്ടും ആണെന്ന് ഞാൻ സ്വയം അവകാശപ്പെടുന്നു. ഈ ഒരു സ്ഥാപനത്തെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ആസ്ഥാനത്ത് വരികയോ ഇതിൻ്റെ സാധ്യതകൾ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ഫോക്ക്ലാൻഡ്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഈ ഫോക്ക്ലാൻഡ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഈ ഫോക്ക്ലാൻഡ് എന്ന് പറയുന്നത് ഫോക്കും ലാൻഡും കൂടിയതാണ്. ഫോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ജനങ്ങളുടെ സാധാരണക്കാരായ ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഫോക്ക് എന്ന് വിവക്ഷിക്കുന്നത്. പുതിയ ഡെഫിനേഷനൊക്കെ അതാണ്. അതിൻ്റെ ഒരു കേന്ദ്രം നില, ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്റർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അങ്ങനെ എടുക്കേണ്ടുള്ളൂ. അതാണ് ഫോക്ക്ലാൻഡ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള അറിയപ്പെടാത്തതും അറിയപ്പെടുന്നതുമായ പല കലാരൂപങ്ങളെ നമുക്ക് വേണ്ട. കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ വൈഡർ മീനിങ് ആണ്. അത് കേവലം കലാരൂപം മാത്രമല്ല, അറിവുകൾ വരാം, നാട്ടറിവ് വരാം, കരകൗശലം വരാം, അങ്ങനെ ഒരു വലിയ ഈവൻ പാചകം വരാം, ഇതൊക്കെ വരാം. നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടത്, തീർച്ചയായിട്ടും എല്ലാ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉള്ള ഒരു പഠനമാണ് ഫോക്ക്ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1989
ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്നാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രവർത്തനം 1980 മുതൽ തന്നെ ഈ നാടൻകലകളെ സ്നേഹിക്കാനും നാടൻകലകളെ കൂടുതൽ അറിയാനും വേണ്ടുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. കോഴിക്കോട് ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നാടൻപാട്ട് ശേഖരണത്തിലും. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് നമുക്ക് എന്തുകൊണ്ടൊരു ഇതുപോലൊരു സംഘടന രൂപീകരിച്ച് ഒരു കേന്ദ്രം ഉണ്ടാക്കിക്കൂടാന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഫോക്ക് ലാൻഡ് രൂപീകരിച്ചത്. കാനക്കിൽ കരുണാകർ പണിക്കർ, കണ്ണംകുളം അബ്ദുള്ള, തൃക്കരിപ്പൂർ വേണു, ഉപേന്ദ്രരാജൻ തുടങ്ങിയ ആളുകളാണ്. അന്നും ഞാനായിരുന്നു എൻ്റെ ചെയർമാനായിട്ടുള്ളൊരു സംഘടന രൂപീകരിക്കും രജിസ്റ്റർ ചെയ്ത് 1989. അപ്പോൾ നമ്മുടെ അതിന് ഒരു ഹൈലൈറ്റ് കൊടുക്കുമല്ലോ. അപ്പം ഒറ്റ വാചകം 1-2 വാചകത്തെ പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നാടൻകലാ ഗവേഷണം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഉപജീവന പിന്തുണ, അങ്ങനെ പറയാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഒന്ന് ഞങ്ങൾ ആലോചിച്ചത് ഈ വളരെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അത് മംഗലംകളി പോലുള്ള, ചിമ്മാനക്കളി പോലുള്ള, മലയംകെട്ട്, കന്ത്രോമ്പാട്ട്, ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കലാരൂപങ്ങളെ എങ്ങനെ ആളുകൾക്ക് പഠിക്കാൻ ആവശ്യമായ സഹായം ചെയ്യുക, അതിനെങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക, അതിൻ്റെ ഡിസമിനേറ്റ് ചെയ്യുക, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനൊരു ഫോക്കസ് കൊടുത്തു. മംഗലകളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിന് വിടുന്ന ട്രെയിനിങ്, ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒരു 100 വയസ്സായ കാരിച്ചി എന്ന് പറയുന്ന ഒരു കലാകാരിയെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് ഒരുപക്ഷെ അവരെ ലോകത്തിൻ്റെ ഇന്ത്യയിലും ലോകത്തേക്കും ചാനലിൽ കൂടെയൊക്കെ പല ഭാഗത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു മികവായിട്ട് കണക്കാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. അതിന് ശേഷമാണ് ശരിക്കും അതൊരു കുറ്റിയറ്റ് പോയൊരു കലാരൂപം രണ്ടാമത് റിവൈവ് ചെയ്യും. കാരണം ഇവരെ ഏഷ്യാനെറ്റിൽ കൂടിയുള്ള അവരുടെ പരിപാടി കണ്ടുകൊണ്ട് എല്ലാ ആഴ്ചയും പൈതൃക കേരളത്തിലൂടെ അവരെ പുറത്ത് കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ വരിക. നിരവധി ഗ്രൂപ്പുകൾ, ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ മംഗലംകളി എന്ന് പറഞ്ഞു കേരള സ്കൂൾ യുവജനോത്സവത്തിന് പോലും മംഗലംകളി ഒരു കലാരൂപം. ഞാൻ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 6 ടീം മാത്രമേ ചെയ്തിട്ടുണ്ടായിട്ട് അതിലൊരു കലാ. മംഗലംകളി നിശ്ചിത സമുദായത്തിൻ്റെ ഒരു കലയല്ലേ? മംഗലംകളി എന്ന് പറയുന്നത് മാവില വേട്ടുവ സമുദായമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ണൂർ ജില്ലയിൽ വളരെ കുറവാണ്. കാസർഗോഡ് ജില്ലയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് 2 സമുദായങ്ങളാണ്. നേരത്തെ പറഞ്ഞ കാരിച്ചി എന്ന് പറയുന്നത് അത് മാവില സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. 100 വയസ്സിലാണ് അവർ കളിക്കുന്നത് ഞാൻ കാണും. അപ്പോൾ അവരെ സമുദായത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേ ഇതുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യലും സംരക്ഷിക്കലും. അതെ. അപ്പോൾ അവരെ സമുദായത്തിൽ തന്നെ ധാരാളം ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് ഇതിലൂടെ പഠിച്ചു ഒരുപാട് ആളുകൾ അതിനുശേഷം ഫെസ്റ്റിവൽ, ഈ മംഗലംകടിയുടെ ഫെസ്റ്റിവലാണ് ഞങ്ങളും കൂടെ കൂടിയിട്ട് ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്സ് നടത്തിയിട്ട് പുതിയ തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരവധി വർക്ക്ഷോപ്സ് അതിന് നടത്തിയിട്ടുണ്ട്. അവരെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ മ്യൂസിക് പാറ്റേണൈസ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ അവരുടെ ട്രഡീഷണൽ, അതായത് ആ കലയുടെ അവർ മൗലികമായിട്ട് എങ്ങനെയാണോ അത് ചെയ്തിരുന്നത് അതേ രീതി തന്നെയാണോ പോകുന്നത്? തീർച്ചയായിട്ടും. അതിലെന്തെങ്കിലും മാറ്റമോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് തുടരാം. അതാണ് ഈ ട്രൈബൽ ആർട്സിനെ കുറിച്ചിട്ട് അങ്ങനെയാണ്. അത് കുറ്റിയറ്റ് പോകുന്നത്. അതുപോലെ ചിമ്മാനക്കളിയൊക്കെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കാവാലനാരായണ പണിക്കരുടെ സാന്നിധ്യത്തിൽ അരവിന്ദൻ, അയ്യപ്പ പണിക്കർ, ഇവരുടെയൊക്കെ ഒരു വേദിയിലേക്ക് ചിമ്മാനക്കളിയെ കൊണ്ടുപോവുകയും കാഞ്ഞമ്പൂജാരി ജീവിച്ചിരിക്കുന്ന സമയത്താണ് കാഞ്ഞമ്പൂജാരിയെ കൂട്ടി അത് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത് ഒരുപക്ഷെ ചിമ്മാനക്കളി എന്ന് പറയുന്ന ഒരു ഈ ഉത്തര കേരളത്തിലൊരു കലാരൂപത്തിന് ഇത്രയും പ്രസിദ്ധി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു ശ്രമം പങ്കുവച്ചു. തെയ്യം, പൂരക്കളി തുടങ്ങിയ പ്രശസ്തങ്ങളായ നാടൻ കലകൾക്ക് പുറമെ മംഗലം കളി, ചിമ്മാനം കളി, കോതാമൂരി, എരുതുകളി, കളംപാട്ട് തുടങ്ങി വംശനാശത്തിന്റെ വക്കത്ത് നിൽക്കുന്ന മറ്റനേകം നാടോടി കലകളെ സംരക്ഷിക്കാനും സമുദ്ധരിക്കാനും ഡോക്ടർ ജയരാജന്റെ നേതൃത്വത്തിൽ ഫോക്ക് ലാൻഡ് മുന്നോട്ട് വന്നു.
നാടൻ കലകൾ മാത്രമല്ല, നാടോടി വിജ്ഞാനം, കരകൗശല വൈദഗ്ധ്യം, സാങ്കേതിക വിദ്യ എന്നിവയെയും കണ്ടെത്തി സമുദ്ധരിക്കുക എന്നത് ഫോക്ക്ലാൻഡിന്റെ പ്രഖ്യാപിത പരിപാടിയാണ്. ഒട്ടേറെ സ്ത്രീകൾക്ക് ചെണ്ടമേളം, നെറ്റിപ്പട്ട നിർമ്മാണം, കളിപ്പാട്ട നിർമ്മാണം, അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണം, ചുമർചിത്രരചന എന്നിവയിൽ സൗജന്യമായി പരിശീലനം നൽകി വിപണി കണ്ടെത്താൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ തുറന്നിടുക എന്ന പദ്ധതിയും ഡോക്ടർ ജയരാജന്റെ നേതൃത്വത്തിൽ ഫോക്ക്ലോൻഡ് ഏറ്റെടുത്തിട്ടുണ്ട്. കോടി കോടി കാമത്താൽ ഇറന്തവർക്ക് കണക്കില്ലയേ. സീതയെ നീ അപഹരിക്ക ഉദ്യമിച്ചാൽ ഗോത്രമേ നശിക്കും മരുക. എൻ വാർത്ത കേൾക്കാവിട്ടാൽ ചന്ദ്രകാസമാന വാളിനാൽ വെട്ടി നിഗ്രഹം ചെയ്യുവേ. വിനാശകാലേ വിപരീത ബുദ്ധി. ചന്ദ്രകാശമേറ്റ് മരണമടയുറതേക്കാൾ ഭേദം രാമസായകമേറ്റ് മരിക്കുറതാകിലും. അപ്പടിയാനാൽ മോഷം ലഭിക്കും. ശരി, ഉനക്ക് വേണ്ടി ചെയ്യ വേണ്ടിയ കാര്യമെന്ന. തൃക്കരിപ്പൂർ തലിച്ചാലം സ്വദേശിയായ ബി ജയരാജൻ ബിരുദ പഠനവും നിയമപഠനവും പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ 1 വർഷം പ്രാക്ടീസ് ചെയ്തു. എന്നാൽ ഉത്തര മലബാറിലെ നാടൻ കലകളിൽ ബാല്യം മുതൽക്ക് തന്നെ ആകർഷനായിരുന്ന അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം കാഞ്ഞങ്ങാട്ടേക്ക് മാറ്റുകയും നാടൻ കലകളുടെ പഠന ഗവേഷണങ്ങൾക്കായി കൂടുതൽ സമയം വിനിയോഗിക്കുകയും ചെയ്തു. മൈസൂർ സർവകലാശാലയിൽ നിന്നും സാമൂഹ്യശാസ്ത്രത്തിൽ MA-യും തുടർന്ന് സാമൂഹ്യ നരവംശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടി. കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി G. ഭാർഗവൻ പിള്ളയുമായി സഹകരിച്ച് നാടൻ പാട്ടുകളുടെ വിപുലമായ ശേഖരം തയ്യാറാക്കി. അപ്പോൾ ഈ ഫോക്ക്ലാൻഡ് എന്ന് പറയുന്ന തങ്ങളുടെ സംരംഭത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു നമ്മുടെ നാടൻ കലാ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ കാര്യങ്ങളാണ്. മംഗലം കളി, ചിമ്മാനകളി ഇവയൊക്കെ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ മറ്റ് ചിത്രരചന, ക്രാഫ്റ്റ് അങ്ങനെയുള്ള മറ്റ് കുറേ സംരംഭങ്ങളും കൂടി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഞങ്ങൾ നാടൻ പാട്ടിൻ്റെ വലിയ ശേഖരം ഞങ്ങളടുത്തുണ്ട്. നാടൻ പാട്ടിൻ്റെ പല സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള നാടൻ പാട്ടുകളെ റെക്കോർഡ് ചെയ്യുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപൂർവമായി കിട്ടുന്ന നാടൻ പാട്ടുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ എക്സ്റ്റിങ്ക്റ്റായി പോകുന്ന, ഇപ്പോൾ അരവുപാട്ട് പോലുള്ളത്, നാട്ടിപ്പാട്ട് പോലുള്ളത്, ഇതൊക്കെ സംരക്ഷിക്കുക. അതുപോലെ ആ കലാകാരന്മാരെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ ശ്രദ്ധയിൽ, പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം. അത് പിന്നെ അവരെ കൊണ്ട് വർക്ക്ഷോപ്പ് ചെയ്യിക്കുക, അവരെ കൊണ്ട് പരിശീലനം, പുതിയ തലമുറക്ക് പരിശീലനം കൊണ്ട്. കാഞ്ഞങ്ങാടൊക്കെ ഞങ്ങൾ അതങ്ങനെ ആരംഭിച്ച തമ്പായി എന്ന് പറയുന്നൊരു കലാകാരി, അവർ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ അഭിനയിച്ച തമ്പായി. ആ തമ്പായി ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു സ്ത്രീയായിരുന്നു. അവർ പാട്ട് പാടുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരും. അവർ എല്ലാ ടോക്കിലൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് പുതിയ തലമുറയിലേക്ക്, ഇപ്പോൾ അവിടെ തന്നെ ഒരുപാട് ആളുകൾ, ഒരു 10-12 കുട്ടികൾ അവർ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എളമ്പച്ചി ഹൈസ്കൂളിലും അവർ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഗുരു ചന്തപ്പണിക്കരെ കുറിച്ചിട്ടുള്ളൊരു പാട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, പാട്ട് പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ നാടൻ പാട്ടിൻ്റെ ഒരു ട്രെയിനിങ്, കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നാടൻ പാട്ടിൻ്റെ ഒരു ട്രെയിനിങ്. അതുപോലെ തന്നെ പെയിൻറ്റിങ്. ഇപ്പോൾ ആ പെയിൻറ്റിങ് എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂം മേക്കിങ്ങിൽ ഒരു പ്രധാന ഭാഗം മുഖത്തെഴുത്താണ്. ആ മുഖത്തെഴുത്ത് പുതിയ തലമുറയെ ശീലിപ്പിക്കാൻ വേണ്ടുന്ന ട്രെയിനിങ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ നല്ല ശേഖരമുണ്ട്, മുഖത്തെഴുത്തിൻ്റെ നല്ല ശേഖരമുണ്ട്. ഇതൊന്ന്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പൊക്കെ നടത്താറുണ്ട്. തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. ഇപ്പം നിഫ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ. അതിനൊക്കെ പ്രശസ്ത തെയ്യം മുഖത്തെഴുത്ത് കലാകാരന്മാരാണോ പങ്കെടുക്കുന്നത്? അതെ, എല്ലാം വളരെ പ്രസിദ്ധരെ മാത്രമേ ഞങ്ങൾ കൊണ്ടുവരാറുള്ളൂ. അവരെ വെച്ചിട്ടാണ് പുതിയ തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ വേണ്ടി. ഇപ്പം നഷ്ടപ്പെടുവാണ്. അതുപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നു തോന്നുന്ന ഒരുപാട് കലാരൂപങ്ങൾ. ആ കലാരൂപങ്ങളെ റിവൈവ് ചെയ്യാൻ വേണ്ടി എരുതുകളി ഒരു നല്ല ഉദാഹരണം. എരുതുകളി എന്ന് പറയുന്നത് ഈ മാവില സമുദായത്തിൻ്റെ ഇടക്കുള്ള, വേട്ടു സമുദായത്തിൻ്റെ ഇടക്കുള്ള ഒരു വളരെ അപൂർവമായ ഒരു കലാരൂപമാണ് എരുതുകളി എന്ന് പറയുന്നത്. ഒരു എരുതിനുണ്ടാക്കിയിട്ട് അത് വീടുകളിലൊക്കെ പോകുന്നത്.
അതിനെ ഞങ്ങൾ റിവൈവ് ചെയ്യുക. കാരണം നഷ്ടപ്പെട്ടു പോയൊരു എരുതുകളിനെ റിവൈവ് ചെയ്തുകൊണ്ട് പുതിയ തലമുറയെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് ഈ പാളത്തുപ്പിയുടെ വർക്ക്ഷോപ്സ്. പാളത്തുപ്പി കൊട്ടമ്പാള എന്ന് പറയുന്നത് നമ്മുടെ വടക്കൻ ഭാഗത്ത് കൊട്ടമ്പാള, അതും ഏതാണ്ട് അത് അറിയുന്ന ആളൊക്കെ കുറഞ്ഞുകൊണ്ട് വരുന്നൊരു കാലത്താണ് ഇതൊക്കെ ഞങ്ങൾ പുതിയ തലമുറയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി കാലത്ത് നമ്മുടെ കർഷക തൊഴിലാളികളെല്ലാം തീർച്ചയായിട്ടും അവരുണ്ടായിരുന്നു. മറ്റൊന്ന് ഓലക്കൊടയുടെ അതൊരു ചേസിങ് ദ മൺസൂൺ എന്ന് പറഞ്ഞിട്ട് 2002 മുതൽ ഞങ്ങളതിൻ്റെ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അതായത് നമ്മുടെ ഓലക്കുടകൾ, കാരണം കേരളത്തിൽ വിവിധ തരത്തിലുള്ള ഓലക്കുടകളുണ്ട്. ഓരോ പ്രദേശത്തിനും പറ്റിയ രീതിയിൽ അത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഓലക്കുട. ഈ ഓലക്കുടകളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ വിളിച്ച് അവരെ കൊണ്ട് ശില്പശാല നടത്തുകയും ഇതിൻ്റെ പ്രദർശനം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം പാലക്കാട് അവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ തന്നെ ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് SK പൊറ്റക്കാട് സ്മാരകത്തിൽ ഞങ്ങളൊരു ഓലക്കുടയുടെ ഒരു പ്രദർശനം, ഇതുപോലുള്ള ഒരുപാട് പരിപാടി കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്യം നിന്ന് പോകുന്നതെന്ന് പറയുന്ന പാട്ടും കലകളും അല്ലാതെ കരകൗശല വിദ്യ, ആളുകൾക്കുണ്ടായിരുന്ന കരകൗശല വിദ്യയെ പോലും രംഗത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പുതിയ തലമുറ. അതായത് കലാരൂപം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോക്ക് എന്ന് പറയുന്നതിൽ സ്കില്ലും പെടും, നാടോടിയായിട്ടുള്ള സ്കില്ലുകളെല്ലാം പെടും. ഫോക്ക് കൾച്ചർ എന്നാണ് അതിന് പറയുക. ഫോക്ക് കൾച്ചർ. ഈ ഫോക്ക് ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിലൊരു ആർട്ട് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഒരു സംരംഭമുണ്ട്. അതായത് കല എന്ന് പറയുന്നത് ഒരു പ്രദർശനം എന്നതിലുപരി പല ആളുകൾക്കും ഉപജീവനത്തിന് വേണ്ടി കൂടെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പലതരം ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും, അതുപോലെ തന്നെ അവർക്ക് അതിന് ശേഷമുള്ള പിന്നെ വിപണി കണ്ടെത്താനുള്ള സഹായങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്ന് ചുരുക്കമായിട്ട് പറയാമോ? അത് കഴിഞ്ഞ 2017 മുതലാണ് ഞങ്ങൾ ആ ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നത്. കാരണം ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ഡിസമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നു. ആളുകൾ പഠിക്കാൻ വരുന്നു, പുറത്തെത്തിക്കുന്നു, ആളുകളെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള അംഗീകാരമൊക്കെ കിട്ടും. പക്ഷേ അതിലുപരി ഞങ്ങൾ തോന്നിയത് ഈ കലാകാരന്മാരൊക്കെ അല്ലെങ്കിൽ ഒരു വിമൻ എംപവർമെൻറ്റിനെ എങ്ങനെയാണ് ഒരു കലയായിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ളൊരു ശ്രമം. അത് ആർട്ട് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അത് ഡോർഫ് കെറ്റൽ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ബോംബെയിലുള്ള ഒരു കമ്പനി അതിന് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ CSR ഗ്രാൻഡ് ഉപയോഗിച്ചിട്ട് ഡോർഫ് കെറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം, ഒരു മലയാളിയുടേതാണ് ആ കമ്പനി. അപ്പോൾ അവരുടെ സഹായം ഈ വിഷയത്തിൽ ഞങ്ങൾ കൊടുത്തൊരു പ്രോജക്റ്റ് അവർ അംഗീകരിക്കുകയും കേരളത്തിലുടനീളം ഒരുപക്ഷെ ഏതാണ്ട് 3000-ഓളം ആളുകളെ ഞങ്ങൾ ശിങ്കാരിമേള, അത് സ്ത്രീകൾക്ക് ശിങ്കാരിമേളം പഠിപ്പിച്ചാൽ സ്ത്രീകൾക്ക് കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നും അതൊരു വിമൻ എംപവർമെൻ്റ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യുകയും ചെയ്തിട്ട് ശിങ്കാരിമേളമാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു എലമെൻറ്റ് ഞങ്ങളെടുത്തത് മ്യൂറൽ പെയിൻറ്റിങ്ങാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4000-ഓളം ആളുകളെ ഞങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിച്ചിട്ടുണ്ട്, വർക്ക്ഷോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. 3 മാസം 6 മാസത്തെയൊക്കെ കോഴ്സ് ഈ ഓരോരോ ടീമിനുണ്ടാക്കി ആ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളത് ചെയ്തു കൊടുക്കുകയും അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ, കാരണം ഇതുകൊണ്ട് തന്നെ ജീവിതം കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ പെയിൻറ്റ് ചെയ്ത് ആ പെയിൻറ്റിങ് വെക്കുക, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറേ ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ്, നെറ്റിപ്പട്ടം ക്രാഫ്റ്റ്, ആഭരണങ്ങൾ, അതെ, ടെറാക്കോട്ടൻ്റെ ആഭരണം. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെറാക്കോട്ട ആഭരണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രോഷേ എന്ന് പറയുന്നത് നൂലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കലാ ഇതാണ്. പേഴ്സും ബൊമ്മേനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നൂലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്ലവർ വാസ്, ബൊക്കെ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ഈ അതിൻ്റെ കൃത്യമായ ആളുകളെ ഇൻസ്ട്രക്ടറായിട്ട് ഞങ്ങൾ കൊണ്ടുവരികയും സൗജന്യമായിട്ടാണ് ഫോക്ക് ലാൻഡ് കൊടുക്കുന്ന, സൗജന്യമായിട്ട് പല സ്ഥലത്തും. അത് ചിലപ്പോൾ മഹിളാ സമാജമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അവരെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി 20 ആൾ 30 ആളൊക്കെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ കേരളത്തിലുടനീളം ഉണ്ടാക്കുകയും അവരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. നമ്മുടെ അധ്യാപകർ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുന്നു. 3 മാസത്തെ ക്ലാസ്, 6 മാസത്തെ ക്ലാസ്, ഒരു വർഷത്തെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് അവരതിൽ പ്രാവീണ്യം നേടാൻ. എന്നിട്ട് അത് മാത്രമല്ല, അവർക്ക് എക്സിബിഷൻ പോലും ഞങ്ങൾ, ഇപ്പോൾ ഒരുപക്ഷെ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ആളുകൾ അറിയണമെന്നുണ്ടെങ്കിൽ എക്സിബിഷൻ വേണ്ടി വരും. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇവരുടെ പ്രൊഡക്റ്റിനെ എക്സിബിറ്റ് ചെയ്ത് അത് ജനശ്രദ്ധ ആകർഷിക്കുക. അതായത് അവർക്ക് വിപണിക്ക് കൂടെ സൗകര്യം കൂടി. തീർച്ചയായിട്ടും വിപണിക്ക് വേണ്ടുന്ന സൗകര്യം ഞങ്ങൾ ഒരുപക്ഷെ വിദേശത്തൊക്കെ, അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിപണിക്ക് വേണ്ടുന്ന ഓൺലൈനിലേക്കൂടിയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കണക്ഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വിപണി കൂടി ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ശ്രീ ജയരാജൻ എന്താണ് ഈ ഫോക്ക് കലയുമായിട്ടും ഇതുപോലത്തെ ഒരു പ്രസ്ഥാനമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്?
നമ്മൾ പഠിച്ചത് ഒന്നും ഫോക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. ആദ്യം ഡിഗ്രി, അത് കഴിഞ്ഞ് നമ്മുടെ LLB അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ ഒരു ഫോക്ക് എന്ന് പറയുന്ന, ഫോക്ക്ലോർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്? അതിലേക്ക് അങ്ങനെ ഒരു മാർഗം തിരിയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അതിന് വല്ല സ്റ്റോറി ഉണ്ടോ? ഒന്ന് പറയാമോ? പ്രത്യേകിച്ചുള്ളൊരു കാരണമല്ല. ഒന്ന്, ഞാൻ പഠിച്ചത് ലോ ആണ്. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ വക്കീലായി പണിയെടുക്കുമ്പം തന്നെ ഒരുപക്ഷെ അതിനു മുമ്പ് പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ ഉണ്ടാകുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തെയ്യം പോലുള്ള കലാരൂപങ്ങൾ, പൂരക്കളി, പ്രത്യേകിച്ചിട്ട് പൂരക്കളി, കോൽക്കളി, ഇതൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ പോയിട്ട് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാകുന്നു. പിന്നെ പാട്ടിനോടുള്ളൊരു അമിതമായ താല്പര്യം. പക്ഷേ AK കൃഷ്ണ മാഷിൻ്റെ അദ്ദേഹത്തിന് എനിക്കൊരു ശരിക്കും ഒരു ഗുരുതുല്യനാണ് AKP ആണ് ശരിക്കും ഫോക്ക്ലോറിൽ ഇത്രയും സാധ്യതകളുണ്ടെന്നും ഇതൊക്കെ പഠിക്കണമെന്നും എന്നെ ഉപദേശിച്ച ഒരാൾ AKP ആയിരുന്നു. കൂടെ തന്നെയാണ് ഒരുപക്ഷെ ഭാർഗവം പിള്ള ആകാശവാണിൻ്റെ അന്നത്തെ പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹമായിട്ടൊരു ബന്ധവും, അത് എനിക്ക് ഈ പ്രദേശങ്ങളിലുള്ള നാടൻ പാട്ട് ശേഖരിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു കത്തയക്കും. ആ കത്തയച്ചാൽ ഒരു കാർഡ്, ഭാർഗവപിള്ളയുടെ ഒരു കാർഡാണ്. ആ കാർഡ് കിട്ടിയാൽ ആ കാർഡും കൊണ്ട് ഞാൻ പല സ്ഥലത്തും പോയിട്ട് ആളുകളെ കാണുകയും എൻ്റെ ബന്ധം ഉപയോഗിച്ചിട്ടും, അന്ന് രാഷ്ട്രീയ ബന്ധം കൂടി ഉണ്ടായിരുന്നു, അതുപയോഗിച്ചിട്ടും സൗഹൃദം ഉപയോഗിച്ചിട്ടും ഒക്കെ ആളുകളെ കണ്ടു. ഇത് ഒരുപാട് ഡോക്യുമെൻ്റ് ചെയ്തു, ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു. പിന്നെ എൻ്റെ സ്വന്തം പേരിലും ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഡോക്യുമെൻ്റ് ചെയ്തു. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നി ഒരു കുറേ കൂടെ കൂടുതൽ. അപ്പം ഒപ്പം തന്നെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് വക്കീൽ പണിയുണ്ടായിരുന്നു. ഒരു 12-15 കൊല്ലത്തോളം ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അത് പിന്നെയാണ് അത് ഒഴിവാക്കുന്നത്. പിന്നെ ഈ ഫോക്ക്ലോർ അത് ഒഴിവാക്കിയോ? തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ രാത്രി തെയ്യത്തിന് പോകുന്നത് അതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്, വക്കീൽ പണി തുടരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഫോക്ക്ലോർ MA ചെയ്യുന്നത് മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അതിന് പിന്നെ ഞാൻ സോഷ്യോളജി MA ചെയ്തു. സോഷ്യോളജി MA കാരണം എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ മെയിൻ BAക്ക്. അപ്പോൾ എക്കണോമിക്സുകാരന് ഫോക്ക്ലോറിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെ ഐദർ സോഷ്യോളജി ഓർ കന്നഡ ലാംഗ്വേജ് മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം ഞാൻ ഇതെടുത്തു, സോഷ്യോളജി എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു MA എടുത്തു. ആ MAക്ക് ശേഷം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഫോക്ക്ലോറിന് ചേർന്നു. അത് കഴിഞ്ഞ് ഒരു ആന്ത്രപ്പോളജിയിൽ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തു. അതിന് ശേഷമാണ് സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ PhD ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം, താങ്കളാണ് ഇതിൻ്റെ ചെയർമാൻ എങ്കിലും എന്താണ് ഇതിൻ്റെ ഒരു ഭരണരീതി, അതിൻ്റെ ഗവേണിംഗ് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്? കാരണം വലിയൊരു പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രീതി, ഏത് ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രസ്റ്റാണോ സൊസൈറ്റി ആണോ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ നമുക്കറിയാം, താങ്കൾ ഇവിടെ പറഞ്ഞു പലതരം സൗജന്യമായിട്ടുള്ള സംരംഭങ്ങൾ ഇവിടെയുണ്ട്. ട്രെയിനിങ്ങും മറ്റു ഒരുപാട് കാര്യങ്ങൾ, വലിയ ഭാരിച്ച ചിലവുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള ഒരു വരുമാനം എങ്ങനെയാണ്? സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? അതായത് ഇതിപ്പം എല്ലാ വർഷവും മാറുന്നതാണ്. ഭരണസമിതി എന്ന് പറയുന്നത് എല്ലാ വർഷവും മാറി മാറി വരുന്ന സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. 1989 രജിസ്ട്രേഷനാണ്. സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്ത സംഘടന. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ആളുകൾ മാറുന്നുണ്ട്. ഒരുപാട് മെമ്പർമാരായിട്ട് ഒരു 400ഓളം മെമ്പേഴ്സ് നമ്മളിപ്പം നിലവിലുണ്ട് ഫോക്ക്ലാൻഡിന്. ഒരു എക്സിക്യൂട്ടീവാണ്, ശരിക്കും ഗവേണിംഗ് ബോഡി എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവാണ് ഇതിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത്. അതിലൊരു സെക്രട്ടറി, ഒരു ട്രഷറി ഡയറക്ടർ, ഒരു ചെയർമാൻ, ബാക്കി ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ്. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. 7 അംഗ ഭരണസമിതിയാണ്. അവരാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അത് കാലാകാലങ്ങളിൽ മാറുന്നതാണ്. ഒരുപക്ഷെ എല്ലാ കൊല്ലം മാറി മാറി തിരഞ്ഞെടുപ്പ് അനുസരിച്ചിട്ട് മാറി വരുന്ന സംഘടനയാണ്. പക്ഷേ ഇതിൽ താല്പര്യമുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഒന്നുകിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്ക്ലോർ ആൻഡ് കൾച്ചർ ഉള്ളതുകൊണ്ട് ഒന്നുകിൽ കലയുമായിട്ട് അല്ലെങ്കിൽ സംസ്കാരമായിട്ട് ബന്ധമില്ലവർ മാത്രമേ ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഇതിൽ എടുക്കാറുള്ളൂ. മുന്നോട്ട് വരുള്ളൂ. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അവർ മാത്രമേ മുന്നോട്ട് വരികയും ചെയ്യുള്ളൂ. ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരുപക്ഷെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു കലാ സാംസ്കാരിക സംഘടന എന്നുള്ള നിലക്ക് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടുണ്ട്. അത് പ്രത്യേകിച്ചിട്ട് ഈ അവരുടെ ഒരു റെപ്പർട്ടറി ഗ്രാൻഡ് എന്നാണ് അതിന് പറയുക. റെപ്പർട്ടറി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനും ശിഷ്യന്മാർക്കുമായിട്ട് വീതിച്ച് കൊടുക്കുന്ന ഒരു ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ്, ആർട്ടിസ്റ്റ്. അപ്പോൾ ആർട്ടിസ്റ്റിന് 6000 രൂപയും ഗുരുവിന് 10000 രൂപയും
കേന്ദ്ര ഗവൺമെൻറ് ഒരു ശങ്കടം ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് അത് കിട്ടുന്നില്ല. എല്ലാ വലിയ ഡിലേ ആണ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു സ്രോതസ്. അത് 99 മുതൽ തന്നെ 99 മുതൽ കിട്ടുന്ന ഒരു സംഘടന കൂടിയാണ് ഫോക്ക്ലാൻഡ്. ഇപ്പോൾ ഞങ്ങൾ 16 ആദ്യമൊക്കെ 19 പേർക്ക് വരെ കലാകാരന്മാർക്ക് ഈ ഒരു പെൻഷൻ ചെറിയതാണ് നാമമാത്രമാണെങ്കിൽ പോലും അതൊരു വരുമാന മാർഗം തന്നെയായിരുന്നു തരും. അതുപോലെ ICCRൻ്റെ അഫിലിയേഷൻ ഉണ്ട്. ICCR എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്, അത് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ സംഘടനയാണ് സാറിന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കലാകാരന്മാരെ പുറത്തേക്ക് കൂട്ടുന്ന സംഘടനകളിൽ ഒന്ന് അതാണ്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് പൈസ കൊടുക്കും. അത് കലാകാരന്മാർക്കുള്ള പൈസ കൃത്യമായിട്ട് കൊടുക്കും. നല്ല ഒരു ഹാൻഡ്ഫുൾ എമൗണ്ട് ആയിരിക്കും അത്. അതെ, അത് ഈ വിദേശത്ത് പോകുന്നതിനുള്ള സഹായതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ റിസർച്ച് സ്കോളർ എന്നുള്ള നിലയ്ക്ക് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ പൈസ അവിടെ നിന്ന് കിട്ടും. എല്ലാറ്റിലും പൈസ തരും. യുനെസ്കോ സമ്മേളനത്തിന് പോകുമ്പം യുനെസ്കോ ഞങ്ങൾക്ക് പൈസ തരും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഫീഡ്ബാക്ക്, റെസ്പോൺസ്, പ്രതികരണം, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ മറുവശത്ത് നിന്ന് അല്ലെങ്കിൽ ചുറ്റും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, പല തലങ്ങളിൽ നിന്ന് ഉണ്ടായാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഗുണകരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ്. കേരളത്തിലെ ഈ തെയ്യം പോലുള്ള കലാരൂപം അല്ലെങ്കിൽ പൂരക്കളി പോലുള്ളത്, ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ കലാരൂപം മറ്റ് രാജ്യങ്ങളുടെ കലാരൂപത്തിന് പോലും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്നൊക്കെ ഈ ആളുകൾക്ക് ഇതിനോട് കൂടുതൽ പ്രചോദനം ഉണ്ടാവുകയും കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം അവർ കാണിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു വലിയ സപ്പോർട്ടാണ് പല ഭാഗത്തുനിന്നും. അതുപോലെ തന്നെ മീഡിയേൻ്റെ ഭാഗത്തുനിന്നും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇതിൻ്റെ യുനെസ്കോൻ്റെ ആളുകളാണെങ്കിലൊക്കെ ഇതിനോടുള്ളൊരു താല്പര്യം വളരെ വളരെ കൂടുതലാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലോ തീർച്ചയായിട്ടും അത് ഫോക്ക്ലാൻഡ് കിട്ടുന്നതാണ്. ഒരുപക്ഷെ ഫോക്ക്ലാൻഡ് മുഖാന്തരമാണ് പലതും ചെയ്യുന്നത്. ഇപ്പോൾ കൊറിയയിലൊക്കെ ഞങ്ങൾ പോയിട്ട് അവതരിപ്പിക്കുന്ന പരിപാടികൾ, ഭൂത എന്ന് പറയുന്ന ഒരു കലാരൂപം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തോൽപ്പാവക്കൂത്ത് ഇവിടെ കൊറിയയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയയിൽ ഇപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ കൊറിയയിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇതൊരു ഞങ്ങളുമായിട്ടുള്ള അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് MOU ഒപ്പിട്ടതാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് MOU ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന പരിപാടികൾക്കൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഫോക്ക്ലാൻഡിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് കൂടിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തുടർന്നുള്ളൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. തീർച്ചയായിട്ടും അത് ഒരു നല്ല ഇൻസ്പിറേഷനാണ്. പല ഭാഗത്തു നിന്നുള്ള നല്ല വാക്കുകൾ കേൾക്കുകയും അവരൊക്കെ പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുകയും. മാത്രമല്ല താങ്കളുടെ ഈ സംരംഭത്തിൻ്റെ കീഴിൽ പഠിച്ച ഇങ്ങനെയുള്ള സ്കില്ലും അതുപോലെ തന്നെ ഈ കലാരൂപം ഇതൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ വളരെ ആവേശത്തോടുകൂടിയാണ് ഈ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കാറ്, അല്ലേ? അതെ, അതായത് ഞങ്ങൾ വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ടല്ല പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാൽ അവർക്കിപ്പോൾ ഈ ആർട്ട് ഫോർ ലൈഫ് എന്ന് പറയുന്നൊരു പദ്ധതി പ്രകാരം അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന രീതിയിൽ അവരെ പ്രാവീണ്യം ഉണ്ടാക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഇത് പഠിച്ച സ്ത്രീകൾക്കൊക്കെ, ഇപ്പോൾ ശിങ്കാരിമേളം പഠിച്ച ആളുകൾക്കൊക്കെ നല്ല വരുമാനമാണ്. അവരൊക്കെ പുറത്തൊക്കെ പോവുകയും ശിങ്കാരിമേളം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് അല്ലെങ്കിൽ ഒരു ചെണ്ടമേളത്തിന് വലിയ അംഗീകാരം, അത് സോണൽ കൾച്ചർ സെൻറ്റർ, സബ് സോൺ കൾച്ചർ സെൻറ്റർ പല സ്ഥലത്തും ഇന്ത്യയിൽ പല ഭാഗത്തും കൊണ്ടുപോയിട്ടുണ്ട്. ഇറാനിൽ ഞങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് സ്ത്രീകളെ നമ്മുടെ ഒരു 13 സ്ത്രീകൾ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചെണ്ട പൊട്ടിച്ചിട്ട് അത് ഇപ്പോൾ പോലും അത് 13-ലാണ് ആ സംഭവം ഉണ്ടായത്. ഇന്നും ഞങ്ങളൊക്കെ ആ പുറത്തുള്ള കമ്മ്യൂണിറ്റി ഒക്കെ കാണുമ്പം ആ ആളുകളെ കുറിച്ചിട്ട് അന്വേഷിക്കാറും ചോദിക്കാറൊക്കെ ഉണ്ട്. അതൊരു വലിയ വലിയ സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആയിരത്തി 1989 സ്ഥാപിതമായ ഫോക്ക്ലാൻഡ് 1990 കാഞ്ഞങ്ങാട് വെച്ച് ദേശീയ ത്രിദിന നാടൻപാട്ട് സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് കലാസ്നേഹികളുടെ ശ്രദ്ധ നേടി. പ്രശസ്ത നാടകാചാര്യന്മാരായ പീറ്റർ ബ്രൂക്ക്, ശിവരാമ കാരന്ത്, കാവാലം, BV കാരന്ത് തുടങ്ങിയവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. കേരളത്തിലെ നാടൻ കലകൾക്കും കലാകാരന്മാർക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള നിരവധി പരിശ്രമങ്ങൾ ഡോക്ടർ ജയരാജന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കേവലം ക്ഷേത്രാനുഷ്ഠാനമായി മാത്രം കണ്ടിരുന്ന തിടമ്പ് നൃത്തം എന്ന കലയെ പൈതൃക കല എന്ന നിലയിൽ അംഗീകരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ അധ്വാനം ചെറുതല്ല. പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ നിരവധി നിയമ പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഡോക്ടർ ജയരാജൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനിയും എടുക്കാൻ, പക്ഷേ നമ്മുടെ സമയത്തിനൊരു പരിമിതിയുണ്ട്, താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ നേർവഴി എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഇത് പരിമിതപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇതിങ്ങനെ എത്ര വർഷമായി ഇപ്പം മൊത്തം? 33 വർഷമായി. 33 വർഷം എന്ന് പറഞ്ഞാൽ സുദീർഘമായിട്ടൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ യൗവനമൊക്കെ ഇതിലാണ് പോയത് മുന്നോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാട് ഇതിനെ സംബന്ധിച്ചുണ്ടോ, അതോ ഇതേപോലെ തന്നെ ഇത് സജീവമായിട്ട് അങ്ങോട്ട് നിലനിൽക്കണം എന്നാണോ? തീർച്ചയായിട്ടും അതിനിടയിൽ വരുന്ന ചില പ്രോജക്റ്റുകൾ, പുതിയതായിട്ട് വരുന്ന ഒരുപാട് പ്രോജക്ട്സ് ഏറ്റെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. ഇതെന്തായാലും ഇതുപോലെ കൊണ്ടുപോകും. കാരണം കൂടുതൽ ഇന്നും അറിയപ്പെടാത്ത, ഇപ്പം നമ്മൾ അറിയുന്ന പോലെയല്ല, അറിയപ്പെടാത്ത ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അപ്പം അതിനെ കൂടെ പുറത്തു കൊണ്ടുവരികയും അതിന് സംരക്ഷിക്കാനുള്ള, ഇതിന് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഇന്നൊന്ന് കൺസർവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത്. ഒരു മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട് പുറകിൽ. ഞങ്ങളൊരു 2 ലക്ഷത്തോളം മാനുസ്ക്രിപ്റ്റ്സ് ഞങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും 19,000-ഓളം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഗവേഷകർക്കൊക്കെ അത് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. താളിയോലകൾ, അത് വളരെ അപൂർവമായ താളിയോലകൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതൊക്കെയാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടുതൽ സജീവമായിട്ട് നിലനിർത്തണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. താങ്കളുടെ സംരംഭം കൂടുതൽ അറിയപ്പെടട്ടെ, കൂടുതൽ ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. താങ്കളോട് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിനും ഈ അഭിപ്രായങ്ങളൊക്കെ തുറന്നു വെച്ചതിനും വിലയേറെ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും നന്ദി രേഖപ്പെടുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്ദി.